ഹവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിലെ പോയിന്റ്സ് ആണ്, കീ പോയിന്റ്സ് ആണ്. ആ പാഠം മുഴുവൻ നമുക്ക് എന്താക്കാം, ഒരു 10 പോയിന്റ് ആക്കി ചുരുക്കാൻ പറ്റും. ആ 10 പോയിന്റ് പഠിച്ചത് തന്നെ എന്താണ്, നമുക്ക് സെറ്റ് ആയിട്ട് ഇതിലെ എല്ലാ ആൻസറുകളും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അതിന് മുമ്പേ എല്ലാ കാര്യത്തിനും മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു പാഠത്തിൽ നിന്നും വരാൻ ചാൻസ് എന്നുള്ളത് അല്ലെ. നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പോസ്റ്റർ വരാൻ വേണ്ടി സാധ്യത വളരെ കൂടുതലാണ്. പോസ്റ്റർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ തയ്യാറാക്കാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ പോസ്റ്റർ അങ്ങ് പഠിച്ചേക്കാം. പിന്നെന്താണ് ക്രമബദ്ധ കരെ. ക്രമബദ്ധ കരെ വെച്ചെന്താണ്, ഓർഡർ തെറ്റിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിൽ കുറച്ച് ഭാഗങ്ങൾ തരുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓർഡർ ആക്കി എഴുതണം. അത് ഈ കീ പോയിന്റ്സ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർഡർ ആക്കി എഴുതാൻ പറ്റും. പിന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് എന്താണ്, ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരു 5ഓ 6ഓ എന്ത് ചെയ്യും, പ്രസ്താവന തരും. എന്നിട്ട് അതിൽ നിന്ന് 4 എണ്ണമൊക്കെ ശരിയായത് എടുത്ത് എഴുതാൻ വേണ്ടി പറയും. അത് എഴുതാനും മക്കൾക്ക് എന്ത് മതി, ഈ കീ പോയിന്റ്സ് അങ്ങ് പഠിച്ചാൽ തന്നെ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാക്യ വിസ്താർ കരെ. അത് കീ പോയിന്റ്സ് പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് വാക്യ വിസ്താർ കരെ എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ മക്കൾ പഠിച്ചിട്ടില്ലേ പിരമിഡ്. അപ്പൊ പൂവ്, ചുവന്ന പൂവ്, മുറ്റത്തുള്ള ചുവന്ന പൂവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലുതാക്കി ഒരു വാക്യം സെന്റൻസ് ഇങ്ങനെ വലുതാക്കി എഴുതുന്ന പരിപാടിയില്ലേ, അത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കി എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഗലീലിയോയുടെ പാഠത്തിൽ നിന്നും വരാൻ ചാൻസ്. അല്ലാതെ ലെറ്റർ, ഡയറി അങ്ങനത്തെ ഒന്നും എന്താണ് ഒരു 80% എന്താണ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് കിടക്കട്ടെ പണി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 20% നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുമില്ല, എല്ലാ ഹിന്ദിക്കാരെയും അങ്ങ് മനസ്സിൽ ധ്യാനിച്ച് അങ്ങ് എഴുതുക. ഒരു കുത്തിക്കലയ്ക്ക് ഒരു എഴുത്തങ്ങ് എഴുതുക, ഫോർമാറ്റ് ഒക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ, ഒരു 20% അത് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക മക്കള്, ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ ഈ പാഠത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഈ പോയിന്റ്സ് ഒരു 10 പോയിന്റ്സേ ഉള്ളൂ പഠിക്കാനുള്ളൂ, ഒരു 10 കീ പോയിന്റ്സേ ഉള്ളൂ. പക്ഷെ ആ 10 കീ പോയിന്റ്സ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമ്പോൾ ആ പാഠം എടുത്ത സമയത്ത് അല്ലെങ്കിൽ ആ പാഠം വായിച്ച സമയത്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിന് തിരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നോട്ട് കുറച്ച് വ്യത്യസ്തമാണ്. മക്കൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിച്ചത് ഈ സിമ്പിളാണ്, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം, പാർട്ട് 1 നമുക്ക് പറയുന്നത് പാർട്ട് 1 ആയി തിരിച്ചു എന്ന് മിസ് പറയുന്നില്ല, ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായി അങ്ങ് തിരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, പാർട്ട് 1 നമ്മുടെ എന്താണ് ഗലീലിയോയുടെ ഒരു കുട്ടിക്കാലത്തിനെ കുറിച്ച്, ബച്പനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗമുണ്ട്. ഓക്കെ, കുട്ടിക്കാലം ഒരു ഭാഗം. പിന്നെ അച്ഛനും ഗലീലിയോയുടെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് അയച്ച സമയത്തെ കുറച്ച് കഥകൾ 2ാമത്തെ പാർട്ടിൽ പറയുന്നു. പിന്നെ 3ാമത്തെ പാർട്ടിൽ നമ്മളെ ഗലീലിയോ പെൻഡുലത്തിലെ നിയമങ്ങൾ കണ്ടുപിടിച്ച ഭാഗങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 3 ഭാഗങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 പോയിന്റ്സ് പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആ കുട്ടിക്കാലത്തെ കഥയാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും എന്ത് വരാ, ഈ സഹി മിലാൻ കരെ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വരാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ശ്രദ്ധിക്കാം, നമ്മൾ തുടങ്ങുകയാണ്. करीब 400 साल पहले एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था. ആ ഭാഗം ഫുള്ള് നമ്മൾ വളരെ ചുരുക്കിയിട്ടാണ് എഴുതിയേക്കുന്നത്. ഏറ്റവും ചുരുക്കിയ ഏറ്റവും സിമ്പിൾ ആയ പരുവത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതെങ്കിലും മക്കൾ പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കി എന്താണ്, കരീബ് 400 വെച്ചെന്താണ്, ഒരു 400 അല്ലെ, ഒരു 400 സാൽ വർഷം മുമ്പേ ഉള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. ഗലീലിയുടെ കാലമാണ്, അന്ധകാലത്ത് അല്ലെ. ഒരു ലടുക്ക, ഒരു ആൺകുട്ടി ചാന്ദ് കോ ദേഖ്തേ ഹുവേ, മൂണിനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യായിരുന്നു, ഏക് പഹാടി പർ ചढ़ रहा था, ഒരു കുന്നിന്റെ മുകളിൽ കൂടെ ചढ़ रहा था എന്താണ്, അങ്ങനെ കയറുകയായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, 2ാമത്തെ പോയിന്റ് ഇതാണ്. ഉസി ലഗാക്കി, ആ കുട്ടിക്ക് ഉണ്ടല്ലോ ഇങ്ങനെ എന്താണ് ഈ മൂണിനെ നോക്കി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ എന്തോന്ന് തോന്നുകയാണ്. നോക്ക് എന്താണ്, ഉസി ലഗാക്കി ചാന്ദ് ബി ഉസ്കെ സാത്ത് ഊപ്പർ ചढ़ रहा है, ചാന്തും നമ്മുടെ മൂണും അവന്റെ കൂടെ ഊപ്പർ മുകളിലോട്ട് ചढ़ रहा है, കയറുന്നത് പോലെ അവന് തോന്നുകയാണ്. അപ്പൊ മക്കളെ എന്ത് ചെയ്യണം, മലയാളം അർത്ഥം ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക. ഈ പോയിന്റ്സ് നോട്ടിലോട്ട് എഴുതി കഴിഞ്ഞിട്ട് മിസ് പറയുന്നതിനനുസരിച്ചുള്ള മലയാളം അർത്ഥം എഴുതിയെടുക്കുക. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഹിന്ദി പോയിന്റ്സ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലേക്ക് നിൽക്കും. അല്ലാതെ എന്തൊക്കെയോ കുറേ വാരി വലിച്ച് പഠിക്കലല്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എല്ലായിടത്തിലും കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കി എന്താണ്, നമ്മുടെ
ആൾക്ക് ആ കുഞ്ഞുമോന് തോന്നി എന്താണ്, ആ ചാന്തും മൂണും നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ പഹാട് കയറുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരികയാണ് അല്ലെ. ഓക്കെ, ഉസ്നെ സോച്ചാക്കി. അപ്പൊ നമ്മുടെ ആ ഒരു ലടുക്ക, ആ ആൺകുട്ടി സോച്ചാക്കി എന്നാണ് ചിന്തിച്ചു. എന്താ ചിന്തിച്ചു നോക്കിക്കേ. ചാന്ത് അപ്പനി ജഗ സ്ഥിർ ഹേ. ചാന്ത് മൂണ് എന്ന് പറയുന്നത്, ചാന്ത് മീൻസ് എന്താണ്, മൂണാണ് അല്ലെ. മൂണ് എന്ന് പറയുന്നത് അപ്പനി ജഗ്, തന്റെ സ്വന്തം സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒരു സാധനമാണ്. പണ്ടത്തെ കാലത്തുള്ള സംഭവമാണ്. ഇപ്പോഴത്തെ ലോജിക്കുമായിട്ട്, ഇപ്പോഴത്തെ സയന്റിഫിക് റീസൺസുമായിട്ട് മക്കൾ എന്ത് ചെയ്യരുത്, കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മുടെ അന്നത്തെ ഗലീലിയോ കുഞ്ഞൻ വിചാരിച്ച സാധനം ഇതാണ്. ചാന്ത് എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ കണ്ണുകൾ ഉണ്ടല്ലോ, ബസ് ഉസ്കി ആംഖേ ധോക്കാ ഖാ രഹി ഹേ, അവന്റെ കണ്ണുകൾ അവനെ ചതിക്കുകയാണ് എന്നുള്ളത്. അതായത് ചാന്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അവൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവന്റെ കണ്ണുണ്ടല്ലോ അവനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ധോക്കാ ഖാ രഹി ഹേ, പഠിച്ചു വെച്ചോളാ, ചതിക്കുകയാണ് എന്നുള്ള ഒരു തോന്നല് അവന് വരികയാണ്. പക്ഷെ നമ്മുടെ ആ കുഞ്ഞുമോനുണ്ടല്ലോ തെളിവില്ലാണ്ട് ഒന്നും അംഗീകരിക്കുന്ന മനുഷ്യനല്ല. അപ്പൊ അവൻ തെളിവിന് വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരനെയും കൂടി വിളിച്ചു വരാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഉസ്നെ ഈ ഒരു കാര്യം, ഈ ഒരു ബാത് അപ്പനെ ദോസ്ത് കോ ബി ബത്തായി, തന്റെ ഫ്രണ്ടിനോടും കൂടി ബത്തായി മീൻസ് ആണ് പറയാണ്. എന്നിട്ട് സബൂത് കേലിയെ, സബൂത് മീൻസ് എന്താണ്, തെളിവാണ് കേട്ടോ. തെളിവിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, പഹാടി പർ ചടനേക്കോ കഹ, അവനോട് എന്ത് ചെയ്തു, ആ പഹാടിന്റെ മുകളിലേക്ക് ചടനെ കേലിയെ, കയറാൻ വേണ്ടി പറഞ്ഞു. ലാസ്റ്റ് രണ്ടുപേരും എന്താണ് കയറിയപ്പം രണ്ടുപേരുടെ കൂടെ എന്ത് പോകുന്നുണ്ട്, നമ്മുടെ ചാന്ത് പോകുന്നുണ്ട്, മൂണ് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാണ് അല്ലെ. ലാസ്റ്റ് നമ്മുടെ ഗലീലിയോ കണ്ടുപിടിച്ചത് എന്താണ്, ഇസ്സേ പത്താ ചലാക്കി, ഈ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്ത സമയത്ത് പത്താ ചലാക്കി, മനസ്സിലായി. എന്താ മനസ്സിലായത്, യസബ് ഹമാരി നസറോം കാ ധോക്കാഹി, ഇത് എല്ലാം നമ്മുടെ കാഴ്ചയുടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ എന്താണ്, ധോക്കാഹി, ചതിയാണ്. നമ്മുടെ കണ്ണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചതിക്കുന്നത്. നമ്മളെ കണ്ണ് പോകുന്നതിനനുസരിച്ച് അത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അന്ധകാലത്ത് ഒരു കുഞ്ഞു പയ്യൻ എന്താണ് കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ഒബ്സർവേഷൻ സ്കില്ല്. വല്ലാത്തൊരു സംഭവമാണ് അല്ലേ നമ്മുടെ ഗലീലിയോടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആ കഥ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഉസ് ലഡ്കി കാ നാം ഗലീലിയോ ഥാ, ആ കുട്ടിയുടെ പേരായിരുന്നു ഗലീലിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റത്തെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞ, ബച്പനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ 3 പോയിന്റ്സ് ഇതേ മക്കൾ പഠിച്ചു വെച്ചോളാം. കഴിഞ്ഞു. ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ എന്താണ് ബോക്സിലെ ഏതെങ്കിലും ഭാഗം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗമായിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ്സ് എങ്കിലും ആ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലോട്ട് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് എന്താണ്, അച്ഛനും ഗലീലിയോ തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ അച്ഛന് മോനായിട്ടുള്ള നമ്മുടെ ഗലീലിയോയെ ഒരു ഡോക്ടർ ആക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ചെക്കൻ എന്താവാനാ ഇഷ്ടം, നമ്മുടെ ഗലീലിയോക്ക് എന്താവാനാണ് ആഗ്രഹം, അവന് ഒരു വൈജ്ഞാനിക്, ഒരു സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം അല്ലെ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഗലീലിയോ എന്ത് ചെയ്തു, മെല്ലെ അങ്ങോട്ട് ആ വിഷയം, അവന്റെ സബ്ജക്റ്റ് അങ്ങ് മാറ്റി. ഡോക്ടർ അങ്ങോട്ട് പഠിക്കാതെ അവൻ സയന്റിസ്റ്റ് ആയിട്ട്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അതാണ് ആ കഥ വെച്ചിട്ടാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അതിലെ സംഭാഷണങ്ങൾ കൃത്യമായിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. നോക്കാം. പിതാനെ ഗലീലിയോക്കോ ഡോക്ടർ ബന്നെ കെ ലിയെ ഭേജ. പിതാനെ, നമ്മുടെ അച്ഛൻ, ഗലീലിയോയെ ഡോക്ടർ ബന്നെ കെ ലിയെ ഭേജ, ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് ഭേജ, അയച്ചു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ലേക്കിൻ പക്ഷേ വൈജ്ഞാനിക് ബന്നാ ചാഹത്താ, അവൻ വൈജ്ഞാനിക്, സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു ചാഹത്താ, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇസ്ലിയെ ഉനോനെ ചുപ് ചാപ്പ്, മിണ്ടാതെ എന്ത് ചെയ്തു, അച്ഛനോടൊന്നും പറഞ്ഞില്ല, അച്ഛനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനോട് എന്താണ്, ചുപ് ചാപ്പ്, പറയാതെ മിണ്ടാതെ എന്ത് ചെയ്തു, അപ്പന വിഷയ് ബദൽ ദിയ, തന്റെ സബ്ജക്റ്റ് അങ്ങ് മാറ്റിക്കളഞ്ഞു. ഡോക്ടറിന്റെ പഠിക്കാനൊന്നും പോയില്ല, വൈജ്ഞാനികളെ ഈ വിജ്ഞാനുമായ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് പഠിക്കാൻ പോയി അല്ലെ. ഓക്കെ, അത് നമ്മുടെ പിത അറിയാണ്, നമ്മുടെ അച്ഛൻ അറിയാണ്. നമ്മുടെ 5ാമത്തെ പോയിന്റ് അതാണ്. പിതാനെ ഡാണ്ടാത്തു ഗലീലിയോനെ കഹ, നമ്മുടെ അറിഞ്ഞപ്പം നമ്മുടെ അച്ഛൻ എന്ത് ചെയ്തു, ഡാണ്ട മീൻസ് എന്താണ്, ചീത്ത പറഞ്ഞു അല്ലെ. ചീത്ത പറഞ്ഞ സമയത്ത് നമ്മുടെ ഗലീലിയോ അച്ഛനോട് അങ്ങോട്ട് എന്ത് ചെയ്തു, കഹ, ഒരു ഡയലോഗ് അടിച്ചു. ഈ ഡയലോഗ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. നിങ്ങൾക്ക് ചിലപ്പോൾ വരും എന്താണ്, ഈ ഡയലോഗ് ആരാണ് പറഞ്ഞത്, ഗലീലിയോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളോട് മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ തരും. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, ഇത് ആരുടെ ഡയലോഗാണ്, ഇത് ഏത് ഭാഗത്തതാണ് എന്നൊക്കെയുള്ള കൃത്യമായ ബോധം മക്കൾക്ക് വേണം കേട്ടോ. അപ്പൊ ഇതാണ് ഡയലോഗ്. നോക്കണേ, ഗലീലിയോ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്, അച്ഛൻ പറഞ്ഞ ഡയലോഗ് അല്ല. ഗലീലിയോ അച്ഛനെതിരെ പറഞ്ഞുള്ള ഒരു ഡയലോഗാണ്. ആ ബീത്തോ കഹത്തെ, നിങ്ങളല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സച്ച് കഹനെ ഓർ സച്ച് നിഭാനെ, സത്യം പറയാനും, സച്ച് മീൻസ് എന്താണ്, സത്യമാണ്. സച്ച് കഹനെ, സത്യം പറയുവാനും, സച്ച് നിഭാനെ, സത്യം ചെയ്യുവാനും, കബി ഭഗവാൻ സേ ബി നഹി ഡർനാ ചാഹിയെ, ഭഗവാനെ പോലും പേടിക്കാൻ പാടില്ല.
ഇത് നമ്മുടെ നമ്മുടെ ഫാദർ ഏതോ കാലത്ത് പറഞ്ഞൊരു ഡയലോഗാണ്. അത് നമ്മുടെ ഗലീലിയോ എന്ത് ചെയ്യാണ്, തിരിച്ചങ്ങ് പറയാണ് അല്ലെ, താങ്കളല്ലേ പറഞ്ഞത് എന്നോട് എന്താണ് സത്യം തുറന്നു പറയാനും സത്യം നിഭാനിലെ സത്യം ചെയ്യുവാനും വേണ്ടിയിട്ട് ഭഗവാനെ പോലും പേടിക്കാൻ പാടില്ല. നമുക്കങ്ങനെ ശരിയാണെന്നുള്ള സാധനം എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അപ്പം അത് പിത പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഗലീലിയോ ആണ്. മാറിപ്പോരുത്. ഇത് കേട്ട പാടെ നമ്മുടെ പിത എന്ത് ചെയ്തു, അവന് ചീത്ത പറഞ്ഞോ, അവനെ അടിച്ചോ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചോ? ഇല്ല. പിത എന്തായി, ഓക്കെ എന്റെ മോൻ എന്താണ് നല്ല വഴിക്കാണ് പോകുന്നതെന്നുള്ള ഒരു മൈൻഡോട് കൂടി കൂൾ ഡാഡി എന്ത് ചെയ്തു, യേ ബാത് സുൻകർ പിത നാരാസ് ഹോനെ ബജായ്. നാരാസ് മീൻസ് എന്താണ്, ദേഷ്യം പിടിക്കുന്നതിന് പകരം. ബജായ് മീൻസ് എന്താണ്, പകരം എന്നുള്ള അർത്ഥം. അവിടെ നോക്കിക്കേ, നാരാസ് ഹോനെ ബജായ്, അതിനെ ദേഷ്യം പിടിക്കുന്നതിന് അല്ലെങ്കിൽ അവനെ വെറുക്കുന്നതിന് പകരം ഖുഷ് ഹോ ഗയേ, ദേഷ്യം പിടിക്കുന്നതിന് പകരം എന്തായി, ഹാപ്പി ആയി, ഖുഷ് ആയിട്ട് മാറി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ പാർട്ട് 2 നമ്മുടെ അച്ഛനും ഗലീലിയോ തമ്മിലുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഡോക്ടറിന് വേണ്ടി അയച്ചു, കുട്ടി വൈജ്ഞാനികാവാൻ വേണ്ടി പോയി, അച്ഛനോട് അങ്ങോട്ട് ഡയലോഗ് അടിച്ചു, അച്ഛൻ എന്തായി, നാരാസ് ഒന്നും ആയില്ല, ഹാപ്പി ആയി. ഈ ഒരു ഭാഗം ആലോചിക്കാം. ഇനി ലാസ്റ്റത്തെ ഒരു പാർട്ടും കൂടെ ഉള്ളൂ. ഈ പാർട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, പെൻഡുലം കണ്ടുപിടിച്ചതിനെ കുറിച്ചിട്ടാണ്. ആ പെൻഡുലത്തിന്റെ നിയമങ്ങൾ ഗലീലിയോ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് 3 എന്താണ്, പെൻഡുലത്തിന്റെ നിയമങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരു ദിവസം, അപ്പൊ ഓരോ പാർട്ടായിട്ട് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ പഠിക്കുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഗലീലിയോ ധേക്കാക്കി, ഒരു ദിവസം നമ്മുടെ ഗലീലിയോ ധേക്കാക്കി, കണ്ടു. എന്താ കണ്ടിട്ടുള്ളത്, ഫാനൂസ് ജിത്നാ ഭി ചൂലെ ഇധർ സെ ഉധർ ജാനെ മേ ഹമേശ ബരാബർ സമയ ലഗ്താ ഹൈ അല്ലേ. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഫാനൂസ് എന്ന് വെച്ചാൽ എന്താണ്, റാന്തലാണ്. പണ്ട് കാലത്ത് റാന്തൽ വിളക്ക് ഉണ്ടല്ലോ, ആ റാന്തൽ വിളക്കിനാണ് നമ്മൾ ഫാനൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റാന്തൽ നമ്മളിങ്ങനെ ഒരു തട്ട് കെട്ടിയത് ഇങ്ങനെ എന്താവും, ആടും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഫാനൂസ് ജിത്നാബി ചൂലെ, നമ്മുടെ റാന്തൽ എത്ര ആടിയാലും, ജിത്നാബി ചൂലെ മീൻസ് എന്താണ്, ആടിയാലും എന്നുള്ള അർത്ഥമാണ്. എത്ര ആടിയാലും ഇധർ സെ ഉധർ ജാനേമേ, ഈ വശത്ത് നിന്നും ആ വശത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹമേശ ബരാബർ സമയ ലഗ്താഹേ, ബരാബർ ഈക്വൽ ആയിട്ടുള്ള ടൈമാണ് എടുക്കുന്നത്. അതായത് ഇങ്ങോട്ട് പോകുന്ന ടൈമും സെയിം ടു സെയിം ആണ്. ഇത് ആര്, നമ്മുടെ റാന്തല് ഫാനൂസ് നോക്കി നിൽക്കുന്ന സമയത്ത് ഗലീലിയോ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ തന്നെ നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽ കൂടിയ ഗലീലിയോ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ വേഗത്തിൽ തന്നെ നമ്മുടെ ഗലീലിയോ എന്ത് ചെയ്യാണ്, ഇതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പോവാണേ. അതിനു മുമ്പ് അവൻ എന്താണ്, ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ തോന്നൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഉസ് സമയ ഗഡി നെഹിത്തി, ആ റാന്തലിന്റെ ആ ഒരു സാധനം നോക്കി നിൽക്കുന്ന സമയത്ത്, ആ കാലഘട്ടം നമ്മുടെ ഈ ഗലീലിയുടെ കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഗഡി ഉണ്ടായിരുന്നില്ല, വാച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ടൈമൊക്കെ എങ്ങനെയാണ്, ഏകദേശം പൾസ് റേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശ സമയമൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ ഈ റാന്തൽ പോകുന്ന ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗലീലിയോ എന്താ ചെയ്തത് അറിയോ, ഉസ് സമയ ഗഡി നെഹിത്തി, വാച്ച് ഉണ്ടായിരുന്നില്ല അല്ലെ, സമയം നോക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ ഉസ്നെ അപ്പനി നബ്സ് മീൻസ് പൾസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തന്റെ നബ്സ് കി മദദ് സെ, പൾസ് റേറ്റിന്റെ മദദ് സെ, സഹായത്തോടു കൂടി, ഹെൽപ്പോടു കൂടി എന്ത് ചെയ്തു എന്നാ പറയുന്നത്, പരീക്ഷിച്ചു നോക്കി. അതായത് റാന്തലിന്റെ ടൈം ഇധർ സെ ഉധർ തക് ജാനെ കെ ലിയെ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് നോക്കി. അപ്പൊ ഇതൊന്ന് മക്കൾ ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ ഫിസിക്സ് ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, ഉസ്ക അനുമാൻ സഹിത, അവന്റെ ഊഹം ശരിയായിരുന്നു. എന്തുഹം, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ദൂരമൊക്കെ എന്താണ്, സമയം എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ അവന്റെ ഊഹം ശരിയായിരുന്നു. ഈ ഊഹം ശരിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് നമ്മുടെ ഗലീലിയോ അല്ല. അവൻ വീണ്ടും പരീക്ഷണത്തിന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്ത് പറഞ്ഞിട്ട് നോക്കിയേ, അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയി. ഫ്രണ്ടിനെ വിട്ടൊരു കളിയില്ല കേട്ടോ. നോക്കാം, അപ്പനെ ദോസ്ത് കെ ഘർ ജാക്കർ, തന്റെ ദോസ്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എന്തെടുത്തു, ലോഹ മീൻസ് എന്താണ്, ഇരുമ്പാണ്. പീത്തൽ മീൻസ് എന്താണ്, പിച്ചള എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓക്കെ, പിച്ചള. ശീശ മീൻസ് എന്താണ്, ഗ്ലാസ്. ഇതൊക്കെ ഓരോ മെറ്റീരിയൽസ് ആണ് അല്ലെ. പിച്ചള വേറെ മെറ്റീരിയൽ ആണ്, ലോഹ എന്ന് പറയുന്നത് വേറെ മെറ്റീരിയൽ ആണ്, ശീശ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, വേറെ മെറ്റീരിയൽ ആണ്. അപ്പൊ ഓരോ മെറ്റീരിയൽസും ലേക്കർ പരീക്ഷൺ കിയെ, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതായത് എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഈ ഒരു ലോഹയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ടൊക്കെ, ഒരു ചരടിൽ കെട്ടിയിട്ട് ആട്ടിയിട്ടൊക്കെ ടൈം ഈക്വൽ ആണോ എന്നൊക്കെ നോക്കി. അപ്പൊ അവന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത്. ഉസേ പതാ ചലാക്കി, നമ്മുടെ ഗലീലിയോക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയ സമയത്ത് പതാ ചലാക്കി, മനസ്സിലായ ഒരു കാര്യമുണ്ട്. കിസി ഭി ധാതു കാ പെൻഡുലം ബനാനെ സെ സമയ നഹി ബദൽത്ത,
അതായത് ഏതെങ്കിലും ഇപ്പം ഇരുമ്പിനെ കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പിച്ചളേനെ കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ശീശ ഗ്ലാസിനെ കൊണ്ട് ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് ടൈം എന്താവില്ല, ചേഞ്ച് ആവത്തില്ല. ഒരേ ടൈം ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ചരടിന്റെ നീളവും നമ്മൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ചേഞ്ച് ആവും. ഇതാണ് നമ്മുടെ ആര് കണ്ടെത്തിയത്, നമ്മുടെ ഗലീലിയോ കണ്ടെത്തിയത്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അല്ലേ. അപ്പൊ നോക്കാം, ഒന്നുകൂടി നോക്കാം. എന്താണ് ഇസേ പത്താ ചലാക്കി, മനസ്സിലായത് ഇതാണ്. കിസി ബി ധാതുക, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് പെൻഡുലം ബനാനേസെ, പെൻഡുലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സമയ നെഹി ബദൽത്ത, സമയം എന്താവാറില്ല, ചേഞ്ച് ആവാറില്ല. ലേക്കിൻ പക്ഷേ ഡോർ മീൻസ് എന്താണ്, ചരടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചരട് അല്ലെങ്കിൽ നൂലിന്റെ കഷ്ണത്തിനാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത്. ഡോറിന്റെ ലംബായി ഹൈറ്റ് ചോട്ടി ബടി, ചെറുതാക്കുക അല്ലെങ്കിൽ വലുതാക്കുക ചെയ്യുന്നതിലൂടെ ചൂലിനേക്കാ സമയ ബദൽത്താഹെ, അത് ആടുന്ന ടൈം എന്താവുന്നു, മാറുന്നു. ഇതാണ് അവൻ കണ്ടുപിടിച്ച നിയമം എന്ന് പറയുന്നത്. ഈ നിയമം അങ്ങനെ കാണാപ്പാടൊന്നും പഠിക്കാൻ വേണ്ടി പറയുന്നില്ല മിസ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബോക്സിൽ ഒരു കുഞ്ഞു ഭാഗം തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ വേണം. ഐഡിയ എങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് സഹായിക്കും. ഇത് പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങ് പഠിച്ചേക്കാം കേട്ടോ നമ്മുടെ നിയമം. കാരണം എന്താണ്, 2 മാർക്കിനൊക്കെ ചിലപ്പോൾ എന്താണ് നിങ്ങളോട് ചോദിക്കും, എന്ത്, ഇതിൽ നിന്നും നമ്മുടെ ഗലീലിയോ കണ്ടെത്തിയ കാര്യം എന്താണ്, ഗലീലിയോയുടെ അനുമാനം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇസേ ഗലീലിയോ പെൻഡുലം കെ നിയമവും ഘോജി, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ട് നമ്മുടെ പെൻഡുലത്തിന്റെ നിയമങ്ങൾ എന്ത് ചെയ്തു, ഘോജി മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ടെത്തി എന്നുള്ള അർത്ഥം കേട്ടോ. കണ്ടെത്തി, ഗലീലിയോ കണ്ടെത്താണ്. ഇതാണ് നമ്മുടെ 10 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ തന്നെ നമ്മുടെ ഗലീലിയോയുടെ പാഠം എന്താണ്, നമുക്ക് സെറ്റാണ്. പിന്നെന്താണ്, ദൂർബീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടെത്തി, അതായത് നമ്മുടെ ടെലസ്കോപ്പ് കണ്ടെത്തിയതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ. ജസ്റ്റ് ആ പേര് മാത്രം ആലോചിച്ചാൽ മതി. വേറെ ആ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. അപ്പം ഈ ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആ ഒരു ഭാഗങ്ങൾ ആലോചിക്കുക, ആ ഭാഗങ്ങളിലെ പോയിന്റ്സ് ആലോചിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്താണ് മക്കളെ, സെറ്റാണ്. നിങ്ങൾ പേടിക്കാനേ ഇല്ല. സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗലീലിയോയുടെ പാഠം പഠിച്ചെടുത്തു. പിന്നെ മിസ് പറഞ്ഞ കാര്യം മറന്നു പോകണ്ട, അതെ ഈ ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിന്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ക്വസ്റ്റ്യൻസിനനുസരിച്ച് പഠിച്ചു തുടങ്ങുന്ന സിസ്റ്റം ഹിന്ദിയിൽ ഉണ്ടാകുക കേട്ടോ. ഓക്കെ, അപ്പം ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് കാണാം. ബൈ ബൈ.